ഹായ്, ഇത് നമ്മുടെ കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിലെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം, ഞാൻ 2 ദിവസം മുന്നേ വിക്ടോറിയയിലെ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് ആൾക്കാർ പേ വാർഡ് എടുക്കുന്നതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇന്ന് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ കാണിക്കേണ്ട ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ ഈ വീഡിയോയും കൂടി എടുക്കാമെന്ന് കരുതി. ഇത് നമ്മൾ കയറി ചെല്ലുമ്പോൾ ആദ്യം റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആണ്. ഇവിടെ ആദ്യം കാണുന്ന കൗണ്ടറിൽ നിന്നാണ് നമ്മൾ OP ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത്. പാസ് എടുക്കുന്നത് ഇവിടുന്ന്. OP ടിക്കറ്റ് എടുക്കാൻ നമ്മൾ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്താൽ മതി, അവർ വിളിക്കും. പാസ് എടുക്കാനാണെങ്കിൽ ഡയറക്റ്റ് കയറി എടുക്കാം. പിന്നെ ഇനിയിപ്പോൾ പേ വാർഡിൻ്റെ സംശയം ചോദിച്ചവർക്ക് വേണ്ടി നമുക്ക് മുൻകൂട്ടി ഇവിടെ റൂം ബുക്ക് ചെയ്യാൻ പറ്റില്ല. അഡ്മിറ്റ് ആയതിനു ശേഷം മാത്രമേ പേ വാർഡ് എടുക്കാൻ പറ്റുള്ളൂ. അത് ഇപ്പം നിലവിലെന്ന് വെച്ചാൽ പഴയ ബിൽഡിംഗ് ഒക്കെ പൊളിച്ചത് കൊണ്ട് പുതിയത് കെട്ടിക്കൊണ്ടിരിക്കും. ആകെ ഇപ്പോൾ അവിടെ 11 റൂംസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അത് വേക്കൻ്റ് ആവുന്ന അനുസരിച്ചിട്ടാണ് അവർ മുന്നേ അഡ്മിറ്റ് ആയവർ ബുക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് റൂം തരുന്നത്. ഇനിയിപ്പോൾ റൂമിൻ്റെ റെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് ഏറ്റവും താഴത്തെ ഫ്ലോർ ആയിരുന്നു. അപ്പോൾ പെർ ഡേ 450 രൂപയായിരുന്നു അവിടെ റെൻറ്റ്. അത് മാത്രമല്ല, നമ്മൾ ആദ്യം 5 ദിവസത്തെ എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യണം. ഇപ്പോൾ 5 ദിവസത്തെ എമൗണ്ട് അടച്ചിട്ട് 3 ദിവസമേ നമുക്ക് ആവശ്യമുള്ളെങ്കിൽ ഡിസ്ചാർജ് ആവുന്ന ദിവസം ബാക്കി എമൗണ്ട് അവർ തിരിച്ചു തരും. അതല്ല, ഇനി അതിൽ കൂടുതലാവുകയാണെങ്കിൽ ഡിസ്ചാർജ് ആവുന്ന ദിവസം ബാക്കി എമൗണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കുട്ടികളുടെ വാർഡാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെയൊക്കെ കാണിച്ചിട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് കുഞ്ഞിപ്പെണ്ണിൻ്റെ അച്ഛനൊക്കെ വന്നു. അപ്പോൾ പെണ്ണിന് ഭയങ്കര ജാട. ഈ പേ വാർഡ് എടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിലും റൂം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ യാതൊരു ആനുകൂല്യവും കിട്ടുന്നതല്ല. എല്ലാത്തിനും നമ്മൾ ബില്ല് അടയ്ക്കണം. പിന്നെ മാതൃയാനം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. അത് അമ്മയും കുഞ്ഞിനെ ഫ്രീ ആയിട്ട് വീട്ടിലെത്തിക്കുന്നതാണ്. അതും റൂം എടുക്കുന്നതായിട്ട് ബന്ധമൊന്നുമില്ല. അത് സൗജന്യമായിട്ട് തന്നെ കിട്ടും. ഒരുവിധം എല്ലാവർക്കും ഡൗട്ടൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരാം. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്.